ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്വീൻസ് കൗണ്ടർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അഫ്ഗാനി പുലാവ് ആയിട്ടുള്ള കാബൂളി റൈസ് റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്, എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഒരു 10-12 ഏലക്കായും ഒരു 5-6 ഗ്രാമ്പും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ഒന്ന് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഈ പാനിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പോളം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് വേണം. അപ്പോൾ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ബാക്കിയുള്ള ഓയിലിലേക്ക് നമുക്ക് റൈസിൻ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് റൈസിൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൈസിൻസ് ഒക്കെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 കിലോയിലധികം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ചെറിയ കഷ്ണം ബേ ലീവ്സും ചെറിയ കഷ്ണം പട്ടയും 1 ഏലക്കായും 1 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയിൽ നിന്നും 1 ടീസ്പൂൺ മസാല ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്നൊരു 30 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിയിൽ നിന്ന് ചിക്കൻ ഒന്ന് മാറ്റി വെക്കണം. ഇനി നമുക്ക് ഈ ഗ്രേവി കൊണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇനി റൈസ് തയ്യാറാക്കാൻ പോകുന്നതിലേക്ക് ഈ ഗ്രേവിയും ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അളന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനൊരു സോസ് പാനിലേക്ക് ഇവിടെ ഒരു 5.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെടുക്കുന്ന അരിയുടെ കണക്കിനനുസരിച്ചിട്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 കപ്പ് ബസ്മതി വൈറ്റ് റൈസ് ആണ്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നത്തെ ഒരു 5-8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ടാകും. ഇനി നമുക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള മസാലയിൽ നിന്നും ഒരു 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിൽ നിന്നും റൈസിൻസിൽ നിന്നും പകുതി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള റൈസിൻസും ക്യാരറ്റും നമ്മൾ റൈസ് റെഡിയായി കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം.
എന്നിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. ഇപ്പം നല്ല അടിപൊളി സ്മെല്ല് വരും, നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. അപ്പം നമ്മുടെ കാബൂളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റൈസാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ടാൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പം വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം. താങ്ക്